അല്ല ഇത് ബാഗൊന്നും ഇല്ലേ, വർക്കില്ലേ? ഞായറാഴ്ച ആയിട്ടാ. ഞായറാഴ്ച? ആ വെറുതെ അല്ലേ വീട്ടിൽ നിന്ന് ചിക്കൻ വാങ്ങിച്ചേ. അല്ല ഞാൻ ഒരു കാര്യം ചോദിക്കണം, നീ വിചാരിക്കുന്നു നീ എങ്ങടെ ഇല്ലാവത്ത വെച്ചിട്ട് കോഴീനെ മാതിരി അങ്ങോട്ട് നടക്കണേ? കുറെ കാലായില്ലേ. ഞാൻ ഹോസ്പിറ്റലിലേക്ക് നടക്കും, ഹോസ്റ്റലിൽ നടക്കും. ഹോസ്പിറ്റലിൽ ആരാ നിന്റെ? ഞാൻ ഹോസ്പിറ്റലിലാണ് മാഷ വർക്ക് ചെയ്യണേ. ഇത്ര നാളായിട്ട് അറിയില്ലേ? അതിനെന്തിന് ഇത്ര പതുക്കെ പറയണമെന്ന് ഉറക്ക പറഞ്ഞൂടെ? സൗകര്യമില്ല. താപ്പഴല്ല എൻ്റെ അടുത്ത് വെച്ചാൽ എവിടെ വർക്ക് ചെയ്യുന്നു. അതിനിപ്പോഴല്ലേ നീ നമ്മുടെ അടുത്തൊക്കെ ഒന്ന് സംസാരിച്ച് തുടങ്ങിയത്. അതുവരെ നിന്റെ കമ്പനിക്കാരൊക്കെയായിരുന്നു. സഞ്ജു ചേട്ടൻ, ഷുടി ഏട്ടൻ, ജിങ്കൻ, ഇവന്മാരൊക്കെ ആയിട്ടായിരുന്നല്ലോ അന്ന് കൂട്ട്. നമ്മളിന്ന് കണ്ട മൈൻഡില്ലല്ലോ. ഇനിയിപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യണേന്ന് പറഞ്ഞിട്ട് കൈയും കാലും ഒടിച്ചങ്ങോട്ട് വരാൻ നിൽക്കണ്ട. ഞാൻ ഡയാലിസിസ് ഡിപ്പാർട്ട്മെന്റിലാണ് വർക്ക് ചെയ്യണം. അതിൻ്റെ ആവശ്യമില്ലല്ലോ, ഇപ്പൊ നമ്മളതിന് കമ്പനിക്കാരായില്ലേ. ഇനിയിപ്പോൾ എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ അങ്ങോട്ട് തന്നെ ഞാൻ വരും. നീ തന്നെ എന്നെ നോക്കണം. നോക്കാട്ടാ, പൈസ നന്നായി നന്നായി നോക്കാട്ടാ. അല്ലടി, നിനക്ക് ലൈസൻസ് ഒക്കെ ഉണ്ടോ? ഒരു വണ്ടിയൊക്കെ എടുത്തൂടെ? ഞാൻ നിന്നേക്കാൾ നന്നായിട്ട് വണ്ടി പിടിക്കും. ഓഹോ, അത് ഈ നടത്തം കണ്ടാലും മനസ്സിലാവും. എനിക്കൊരു ആക്സിഡന്റ് ഉണ്ടായടാ. അതിന് ശേഷം കുറെ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായി. അപ്പൊ ഡോക്ടറിന്റെ അടുത്ത് നടക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആഹാ, നിന്റെ പിന്നാലെ നടന്ന് ഇപ്പൊ എന്റെ ഹെൽത്ത് പോയി തുടങ്ങിയിട്ടുണ്ട്. നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ കൂടെ നടക്കാൻ. എന്റെ അമ്മ വെറുതെ പറഞ്ഞല്ലത്. കാണണമാതിരി പാവൊന്നല്ലല്ലോ. അപ്പൊ അത്യാവശ്യത്തിനൊക്കെ കയ്യിലുണ്ടല്ലേ? ഞാൻ പാവാന്നൊന്നും ആരുടെ അടുത്തും പറഞ്ഞിട്ടില്ല. എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ഞാൻ ഫ്രീ ആയിട്ട് നിൽക്കും. ഇനിയിപ്പോൾ നിനക്ക് എന്നെ പാവമായിട്ട് കാണുന്നുണ്ടെങ്കിൽ നീ നിന്റെ പാട്ടിന് പൊക്കോ. അയ്യോ, ഇനിയും പിന്നാലെ നടക്കാൻ എനിക്ക് വയ്യ. നീ എങ്ങനെയാണോ അതേമാതിരി നിന്നെ ഞാൻ കണ്ടോളാം. അല്ലടി, നീ അന്ന് എൻ്റെ അടുത്ത് മിണ്ടാണ്ടാവുന്ന എന്താ കാരണം? അതെ, നീ ഇഷ്ടമാന്ന് പറഞ്ഞ എൻ്റെ പിന്നാലെ നടന്നപ്പോഴേ എനിക്കൊരു ബുദ്ധിമുട്ട്. അപ്പം ഞാൻ മിണ്ടാണ്ട് നടന്നിട്ട് നീ പോണെങ്കിൽ പൊക്കോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. ഓ, അത് മാത്രമേ ഉള്ളൂ? അത് മാത്രമേ ഉള്ളൂ. ഓ, ആ ചിരി കണ്ടാലേ അറിയാൻ തോന്നേന്ന്. സത്യത്തിലേ എൻ്റെ ഈഗോ ഹേർട്ടായതാ. ആദ്യമായിട്ടൊരു പയ്യൻ്റെ അടുത്ത് നിന്ന് സംസാരിക്കണേ. തുടക്കത്തിലെ അപമാനം. അതെ, വാ നടക്ക്, ഇനിയും കുറെ പോവാണ്ട്. നമ്മൾ തമ്മിലിപ്പോ എങ്ങനെയാ? നമ്മൾ തമ്മിൽ എങ്ങനെ? അല്ല ഒന്നുമില്ല. നീ അധികം ആലോചിക്കണ്ട. നമ്മൾ തമ്മിൽ ഫ്രണ്ട്സ്, അത്രേ ഉള്ളൂ. ഈ പ്രേമിച്ച പെണ്ണിനെ എന്നെ ഫ്രണ്ടായിട്ട് കാണുന്ന ഒരു മാതിരി തൊലിഞ്ഞ പരിപാടി വേണ്ട. മിണ്ടാണ്ടിരിക്കാം. ഇപ്പം മിണ്ടണമെങ്കിലും ഉണ്ടല്ലോ, ഇനി നാളെ ഈ ഫ്രണ്ട്ഷിപ്പ് റിലേഷൻഷിപ്പ് ആവാനുള്ള ചാൻസും ഉണ്ടല്ലോ. എന്താ നിനക്ക് ലൈനുണ്ടോ? എന്താന്ന്? അവക്ക് ലൈനൊന്നുമില്ല. അത് നിന്റെ അടുത്തല്ല, അവള് പറയട്ടെ.